ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ നിന്റെയൊക്കെ തനിനിറം പുറത്തു വരട്ടെ. എടി, ഞങ്ങൾ ഇവിടെ തിരിച്ചു കയറിയപ്പോ നീയൊക്കെ എന്താ പറഞ്ഞത്? ഞങ്ങള് രണ്ടുപേരും കൂടെയുണ്ട്. കണിമംഗലത്തിന് തീയിടണമെങ്കിൽ തീയിടാം, തല്ലി തകർക്കണമെങ്കിൽ തല്ലി തകർക്കാം എന്നൊക്കെയല്ലേ? അവളെ ഞാനാണ് പ്രസവിച്ചെന്ന് വിളിച്ചു പറയുന്ന നിമിഷം പിന്നെ ഒരിക്കലും മുഖത്ത് നോക്കാത്ത വിധം അവള് പിരിഞ്ഞു പോയിരിക്കും. ഞാൻ ഗതികെട്ടൊരമ്മയാണെന്ന് എപ്പോഴും സ്വയം പറയാറുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് വേണമായിരുന്നു ഏട്ടത്തി. നമ്മൾ സാധാരണ കുറെ അനാഥാലയങ്ങളിൽ പോകാറില്ലേ? അവിടുത്തെ നടത്തിപ്പുകാരുമായിട്ട് കുറേയധികം സംസാരിക്കാറില്ലേ? അവരൊക്കെ പറയാറുള്ളത് കേട്ടിട്ടില്ലേ? അനാഥാലയത്തിലെ ഭൂരിപക്ഷം കുട്ടികളും അവരുടെയൊക്കെ അച്ഛനമ്മമാർ ആരാണെന്ന് പറയാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാ. പക്ഷെ കുറച്ചുപേര് അവരുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായവരെ വെറുക്കും. അവരെ ഇഷ്ടമല്ലെന്ന് പറയും. അത് അവരുടെ അച്ഛനമ്മമാര് ഒരിക്കലും അവരുടെ മുന്നിൽ വരില്ലെന്ന് തോന്നുന്നത് കൊണ്ടാ. വന്ന മോളെ എന്നൊരു വിളി വിളിച്ചാൽ എല്ലാ വെറുപ്പും അലിഞ്ഞു പോവും. രാധികമോളുടെ കാര്യവും ചിലപ്പോ അങ്ങനെയായിരിക്കും. ഫിദാമ്മയുടെയും യശോദാമ്മയും സ്വന്തം അമ്മയാണെന്നല്ലേ അവള് പറഞ്ഞത്? അല്ലാതെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ലല്ലോ. എന്നും അവളുടെ മുന്നിൽ ഈ വേഷം തന്നെ അല്ലേ എടുത്തി? എടുത്തി, മോളെ ഒന്ന് വിളിച്ചേ, എനിക്ക് അവളോട് സംസാരിക്കണം. ഹലോ മാഡം. മോളുടെ ദേഷ്യമൊക്കെ മാറിയോ? എന്തിനാ ദേഷ്യം? ഓ, ഞാൻ ശ്യാമ മാഡത്തിനെ കുറിച്ച് പറഞ്ഞതാണോ? ഇങ്ങോട്ട് നടക്കുമ്പോൾ മുഴുവൻ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കായിരുന്നു. സത്യത്തിൽ ഞാൻ എന്തിനാ മാഡം അങ്ങനെയൊക്കെ പറഞ്ഞ്? ഒരിക്കലും നടക്കാനിടയില്ലാത്ത കാര്യത്തെപ്പറ്റി ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആലോചിച്ചാൽ അറിഞ്ഞൂടെ ശ്യാമമ്മയുടെ ഒരിക്കലും എന്റെ അമ്മയല്ലാന്ന്? അതുകൊണ്ട് തന്നെ ഞാനിതെന്റെ തലേന്ന് എടുത്ത് കളഞ്ഞു. മോള് സങ്കടത്തോടെ പോയതുകൊണ്ട് എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. മാഡത്തിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നെ? ഞാൻ വന്നപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മോള് പോയി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം കിടന്നു. ചിലപ്പോ അതിന്റെ ആവും. അല്ല അല്ല, അമൃത മാഡത്തിനൊന്ന് ഫോൺ കൊടുത്തേ. ഞാൻ ഫോൺ സ്പീക്കറിലിടാം. അമൃത അടുത്തുണ്ട്. അമൃത മാഡം, ഫിദ മാഡത്തിന് എന്തെല്ലാം അസുഖമുണ്ടോ? എനിക്ക് സംസാരിച്ചപ്പോ വയ്യാത്ത പോലെ തോന്നി. അമ്മയും മോള് സംസാരിക്കുന്നത് ഞാനും കേട്ടിരിക്കയല്ലേ. കിടന്നെഴുന്നേറ്റപ്പോഴേ ശബ്ദമൊന്നും അടച്ചിട്ടുണ്ട്, അല്ലാതെ അസുഖമൊന്നുമില്ല. നന്നായിട്ട് നോക്കിക്കോളണേ. ഞാൻ സ്വപ്നത്തിൽ കാണുന്ന അമ്മയൊന്നും അല്ല, എന്റെ ശരിക്കുള്ള അമ്മയാ. എന്തെങ്കിലും ചെറിയ അസുഖം ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് മാറിക്കോളും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരാം. ശരി മോളെ. ചെറിയൊരു ശബ്ദവ്യത്യാസം പോലും അവള് തിരിച്ചറിയും ശ്യാമേ. സ്വപ്നത്തിലെ അമ്മയല്ല, ശരിക്കുള്ള അമ്മയാന്നേ ആ നാവിൽ ഈശ്വരൻ വെച്ചുകൊടുത്തയാ ശ്യാമയുടെ മനസ്സ് തണുക്കാൻ. സ്വന്തം മകളെ കാണാൻ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരുന്നത് വിചിത്രമായൊരു കാര്യം. എന്നാലും അവൾ അടുത്തുണ്ടല്ലോ.
എടീ എടീ നീ എന്റെ കണ്ണിലൊന്ന് നോക്ക്. എന്തോ തടഞ്ഞു കുത്തിയിരിക്കും പോലെ. അയ്യോ, കണ്ണു തുറക്കുമ്പോ എന്താ വേദന. മുത്തശ്ശിന്ന് മിണ്ടാതിരുന്നേ. കുറെ നേരമായല്ലോ ഞാൻ ഒന്ന് നോക്കുന്നു. കണ്ണില് കൃഷ്ണമണി അല്ലാതെ വേറെ ഒന്നുമില്ല. ആ, നീ കാണില്ല. കാണേണ്ടതൊന്നും നീ കാണില്ല. നിനക്ക് എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ വേണം. എന്റെ ഒരു കണ്ണിന്റെ കാര്യം വന്നാ നീ വരില്ല. മുത്തശ്ശി, എന്റെ കണ്ണും വേദനിക്കുന്നുണ്ട്. ഉം, ഈ മുളകിന്റെ അരച്ചിലൊക്കെ പോകാൻ കുറച്ച് സമയം എടുക്കും. അതുവരെ ഒന്ന് മിണ്ടാതിരിക്കോ? മുത്തശ്ശി, കണ്ണിന് വേദനയുണ്ടോ? ഉം, ഓ, ഞങ്ങളെ നിങ്ങളെ രണ്ടാളെ സഹായിക്കാൻ വേണ്ടിയല്ലേ വന്നത്. ഉം. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്ത? ഞങ്ങളുടെ കണ്ണി കൂടി മുളക് പൊടി തേച്ചു. ഓ, കണ്ണ് നീറിട്ടെ എനിക്ക് ഇരിക്കാൻ വയ്യ. ഞാൻ ഒരു ബക്കറ്റ് വെള്ളത്തിലും 10 മിനിറ്റിൽ കൂടുതൽ തല താഴ്ത്തി വെച്ചു. കുറച്ചു നേരം കൂടെ കിടക്കായിരുന്നില്ലേ? വേദന മൊത്തത്തിൽ അങ്ങ് മാറുമായിരുന്നല്ലോ. എന്നാലും ഇങ്ങനെ പെരുമാറരുത് മുത്തശ്ശി. നിങ്ങൾക്ക് വേണമെങ്കിൽ രാധികയുടെയോ അമ്മയുടെയോ മറ്റാരുടെയെങ്കിലും കണ്ണിലെ മുളക് പൊടി തേച്ചു കൊടുക്കാറുന്നല്ലോ. കൂടെ നിൽക്കുന്ന ഞങ്ങളോട് വേണമായിരുന്നു ഈ ചതി. പിന്നെ കൂടെ നിൽക്കുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എടി, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പട്ടിണി ഇരിക്കുമ്പോ ഒരു നേരത്തെ ഭക്ഷണം എടുത്ത് തരാത്തവരാ ഇത് പറയുന്നത്. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അടുക്കളയിൽ ഭക്ഷണം ഉണ്ടെങ്കിലല്ലേ എടുത്തു തരാൻ പറ്റൂ. ഇതിപ്പോ കൃത്യമായിട്ട് മാത്രമേ ഏട്ടത്തി ഉണ്ടാക്കൂ. എന്തെങ്കിലും മിച്ചം വന്നാ അത് തെങ്ങിന്റെ ചോട്ടി കൊണ്ടേ കളയുകയും ചെയ്യും. എടി, നിനക്കൊക്കെ വേണമെങ്കിൽ അടുക്കളയിൽ കയറാലോ, ഉണ്ടാക്കാലോ. ഞങ്ങളെ ഇതിനു മുമ്പ് അടുക്കള കയറിയിട്ടില്ല, ഇപ്പോഴും ഇല്ല, ഇനി കയറാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ മുത്തശ്ശിക്ക് മോൾക്കും ഭക്ഷണം ഉണ്ടാക്കി തരുന്നതല്ല ഞങ്ങളുടെ പണി. അങ്ങനെ നിന്റെയൊക്കെ തനിനിറം പുറത്തു വരട്ടെ. എടി, ഞങ്ങൾ ഇവിടെ തിരിച്ചു കയറിയപ്പോ നീയൊക്കെ എന്താ പറഞ്ഞത്? ഞങ്ങൾ രണ്ടുപേരും കൂടെയുണ്ട്. കണിമംഗലത്തിന് തീയിടണമെങ്കിൽ തീയിടാം, തല്ലി തകർക്കണമെങ്കിൽ തല്ലി തകർക്കാം എന്നൊക്കെയല്ലേ? എന്നിട്ടേ നീയൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നേ? അവസരം വരുമ്പോ കാല് മാറരുത്. ദേ മുത്തശ്ശി, അങ്ങനെ പറയരുത്. പ്രിയങ്കയുടെ കല്യാണം മുതല് ചെയ്ത ചതികളൊക്കെ ഞങ്ങൾക്കും അറിയാം. സംസാരിച്ചു തുടങ്ങിയാലേ മുത്തശ്ശി മോളും നാറും. ആ